ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് ചിക്കനല്ല മക്കളെ, ചിക്കനല്ല. രാത്രി വരുമ്പോഴേ തെരണ്ടി എന്നങ്ങ് മേടിച്ചേക്കാന്ന് പറഞ്ഞ ഒരു അരക്കിലോ തെരണ്ടി മേടിച്ചുകൊണ്ട് വന്നിട്ട് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പുളിവെള്ളവും കൂടി ഇട്ട് നന്നായിട്ട് തിരുമ്പി പിടിപ്പിച്ച് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് രാവിലെ 5:30. എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റേ? ഷെറിന് ഇന്ന് കളിക്കാൻ പോകണം, അപ്പം അതിന് കറി വെക്കണം. എന്നിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ പകർന്നു, അതിലോട്ട് എന്തൊരു കടുകും ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ചു. അതിനുശേഷം ഒരു 15 ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് അതിലോട്ട് തട്ടാം. പച്ചമുളക് ആവശ്യമുള്ളവർ ഇട്ടു. എൻ്റെ ഒരു കറിയിലും പച്ചമുളക് കൂടുതലായിട്ട് കാണാൻ പറ്റില്ല, കാരണം എൻ്റെ 2 മക്കൾക്കും എരിവ് ഇഷ്ടമല്ല, അതാണ്. പിന്നെ അതങ്ങിട്ട് നന്നായിട്ട് വഴറ്റി മൂപ്പിച്ച്, ഉള്ളിയില്ലേ നമ്മൾ ആ വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് മൊരിയുമ്പോൾ ഉള്ള ഒരു സ്മെല്ലുണ്ട്, അനുഭവിച്ചിട്ടുണ്ടോ? അത് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. സൂപ്പറായിരിക്കും ആ മണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ അകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് പെട്ടെന്ന് വെക്കോട്ടോ. ഈ ഒരു കറി ഒരു 5, 10, 15 മിനിറ്റൊക്കെ മതി. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, 2 ടീസ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി, അത് നല്ല കളർ കിട്ടും, നല്ല ചുമച്ചുമാന്നിരിക്കും. പിന്നെ നല്ല എരിവുള്ള മുളക് പൊടിയാണേ, അപ്പോൾ അത് ഞാൻ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഈ മല്ലിപ്പൊടി മീൻ കറിയിൽ ഇടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, എന്നാൽ ഈ കറിയിൽ ഞാൻ ഇടും, തെരണ്ടി ആയതുകൊണ്ട്. അപ്പോൾ അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ച മണമെല്ലാം മാറി വരണം. അതിനുശേഷം ചെറുതായിട്ട് നുറുക്കിയ തക്കാളി, നല്ല കുരുവൊക്കെ എടുത്തിട്ട് ഇട്ട തക്കാളി, അതും കൂടി ഇട്ട് 2 ഇളക്ക്, അങ്ങോട്ട് ഇളക്ക് ഇങ്ങോട്ട് ഇളക്ക്. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരട്ടെ കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു 3 കുടംപുളി എടുത്ത് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായി, അതും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഈ കറിക്ക് ആവശ്യത്തിന് വെള്ളം മതി, ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് രസമാക്കണ്ട. അപ്പോൾ കുറച്ച് വെള്ളം മതി. അപ്പോൾ ഞാൻ ആ പുളിവെള്ളം എടുത്തില്ലേ, ആ കപ്പിൽ 1 കപ്പ് ഒഴിക്കുന്നുള്ളൂ. 1/2 കിലോയാണ് ഞാൻ തെരണ്ടി മേടിച്ചേക്കുന്നത്. ഈ തെരണ്ടിക്ക് ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. ഞങ്ങളുടെ അവിടെ പാൽച്ചറ എന്ന് പറയും, എറണാകുളത്താകുമ്പോൾ തെരണ്ടി എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, കമൻറ്റ് ചെയ്യണേ. പിന്നെ ആവശ്യമുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിവിടെ തിരുമ്മി പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തെരണ്ടി എടുത്ത് ഇടണം കേട്ടോ. നല്ലതാട്ടോ. ഞാൻ പ്രസവിച്ച് കിടക്കുമ്പോഴേ ഈ മരുന്നൊക്കെ അരച്ചു കൊടുക്കില്ല, അത് ഈ തെരണ്ടിക്കറിയിലാണ് അരച്ചു കൊടുക്കുന്നത്, അമ്മമാർക്ക് കൂടുതൽ പാലുണ്ടാവാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് ഇതുപോലെ കിട്ടാതെ ഉണക്കത്തിരണ്ടിയൊക്കെ മേടിച്ചു വന്നിട്ട് പച്ചത്തിരണ്ടിക്ക് വേണ്ടി എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് സ്ഥലത്ത് തപ്പി കുമിളിയിലൊക്കെ ചെന്ന് മേടിച്ചുകൊണ്ട് വന്ന സമയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഓർത്തുപോയി. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് 10 മിനിറ്റ് അടച്ച് ചെറുതീയിൽ വെച്ച് വേവിച്ച് എടുത്ത് വാങ്ങിക്കഴിഞ്ഞാലില്ലേ സൂപ്പറായിട്ടുള്ള തെരണ്ടിക്കറി നമുക്കിവിടെ റെഡിയാവും. ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായി. ഞാൻ ആ സമയത്ത് ഫോൺ എടുത്തില്ല കേട്ടോ, സോറി കേട്ടോ. അപ്പോൾ നമ്മൾ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതെടുത്ത് ഇറക്കി കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്നാ മണമെന്നറിയാവോ. ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് തുറന്ന് നോക്കിക്കുക. സത്യം ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണേ, വളരെ സിമ്പിളാണേ. പിന്നെ അതാരാ ചോറ്, ഇതൊക്കെ എന്തിനാ കാണിക്കുന്നതെന്നാണ് ഷെറിൻ, ഞാൻ പറഞ്ഞില്ലേ ഷെറിൻ കളിക്കാൻ പോകണമെന്ന്. അപ്പോൾ അവനതാ ഇല വാട്ടി വെച്ച്, ഇപ്പം ആ സമയം 5:45. അപ്പോൾ ഇല വാട്ടിയിട്ടുണ്ട്. അത് അവന് കറി ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് കുറേ കറി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കാർക്കെങ്കിലും കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറേ കറി വെച്ചത്. പിന്നെ മീൻ വറുത്തിട്ടുണ്ടായിരുന്നു ഞാൻ, മത്തി, അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് സേമിയ ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതാകുമ്പോൾ ഇങ്ങനെ സ്പൂണിൽ കഴിക്കാമല്ലോ എന്നും പറഞ്ഞ് അച്ഛതാ ഇവിടെ ഓരോന്നും ഇലയ്ക്ക് മാറ്റി മാറ്റി വെച്ച് കെട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ പരിപാടി. അപ്പോൾ ഇത്രയും 5 മണി 4 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നത് ഇങ്ങനെ കുട്ടികൾക്ക് എവിടെയെങ്കിലും പോകണം എന്നൊക്കെ ഉള്ളപ്പോഴാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ 7 മണിക്ക് എഴുന്നേൽക്കുള്ളൂ ഗൈസ്. എന്നാ വെച്ചാൽ രാത്രി ചെന്ന് കിടക്കുന്നതേ 12:30, 1 മണി, 1:30 മണിക്കൊക്കെയാണ് ഞാൻ കുളി കഴിഞ്ഞിട്ട് കിടക്കണം. കാരണം കട അടച്ചിട്ട് പോകുമ്പോൾ തന്നെ 11 മണിയാവും. പിന്നെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ആ സമയമാകും. ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് അവന് വേറെ പാത്രത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. അച്ഛതാ അവിടെ പൊതിയാക്കി പണിതുകൊണ്ടിരിക്കണം. ഇനി കുറേ പണികളുണ്ട്. ഇതാ ഷെറിന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, പല്ല് തേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഷർട്ട് ഇടാത്തതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ പണി തീർന്നതുകൊണ്ട് ഞാൻ ഇപ്പുറത്തോട്ട് വന്നു, ഹോളിൽ വന്നു. ചെടികളും മീനും ഇങ്ങനെയൊക്കെ രാവിലെ ഇവരുടെ സൗണ്ട് ഇങ്ങനെയൊക്കെ കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പുറത്ത് പോയാൽ ഭയങ്കര കിളികളുടെ സൗണ്ടാണ്. എന്നുവെച്ചാൽ 5:45 ആവണുള്ളൂ. അപ്പോൾ നല്ല കിളികളുടെ സൗണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് പോയപ്പോൾ നല്ല സൗണ്ട്. അപ്പം ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക്
കേൾപ്പിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും വന്ന് നോക്കി. ഇനി ചെടികൾക്കെല്ലാം ഇങ്ങനെ വെള്ളമെല്ലാം ഒഴിച്ചു കൊടുക്കണം രാവിലെ. അപ്പോൾ അത് കണ്ട മണി ഇപ്പോൾ 5:30 അപ്പോൾ ഇനി ഷെറിനും രാവിലെ ഇവിടെ വന്നപ്പോഴേ ഇതോ കോഴി, ഞാൻ എഴുന്നേറ്റിൻ്റെ കൂട്ടത്തിൽ ഇതുങ്ങൾ എഴുന്നേറ്റ് 2 ഉള്ളൂ, 6 മേടിച്ചുകൊണ്ട് വന്നില്ല, എല്ലാം ചത്തുവലം കാണുന്നുണ്ടോ ആവോ, ഞാൻ ഇരുട്ടത്താണ് എടുക്കണത്. അപ്പോൾ അത് 2 കൂടെ കരണ്ട് കോഴിയില്ലേ, എൻ്റെ ഇത് നോക്കി അറിയാൻ പറ്റും, കഴിഞ്ഞ ഞായറാഴ്ചത്തെ. അപ്പോൾ പിന്നെ ഇത് കുറച്ച് തുണികളുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ വാഷിംഗ് മെഷീനിൽ ഇട്ടു. അപ്പോൾ ഞാൻ അകത്തോട്ട് വന്നു. ഇനി ഇത്രയേ ഉള്ളൂ. അപ്പോൾ രാവിലത്തെ ഓൾമോസ്റ്റ് പണി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഷെറിനെ വിട്ടതിന് ശേഷം ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകാനുണ്ട്. എല്ലാം അങ്ങനെ കിടക്കുന്നുണ്ട്. പാത്രവും കഴുകി കിച്ചൺ നീറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ ഓവറായി, പിന്നെ നമുക്ക് പോകാം. പക്ഷേ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. 5:30 ആവുന്നുള്ളൂ. കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങണം എന്നുണ്ട്. അപ്പോൾ എനിക്ക് ഉറങ്ങണം ഗൈസ്, ഉറങ്ങണം, എന്നാലേ എൻ്റെ ആ ഒരു ഉറക്കം തീരുള്ളൂ. 5:30 അല്ല കേട്ടോ, 6:30. സോറി, വെരി വെരി സോറി. അപ്പോൾ 6:30. അപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം എന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് വന്നപ്പോൾ ഇതാ ഇവിടെ ഇരിക്കുന്ന കോഴികളെ എടുത്ത് വെച്ച് ഭയങ്കര കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഭയങ്കര ഇതാണ്, അവർക്ക് വീടിൻ്റെ അകത്തോട്ട് ഇങ്ങനെ നിരങ്ങി നടക്കണം. അപ്പോൾ അത് അച്ഛനൊരു കോഴിയെ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് സാൻഡ്ര എന്നാണ്. 6 മേടിച്ചുകൊണ്ട് വന്ന് ഫാമിലിയിൽ എല്ലാവരുടെയും പേര് വെച്ചേക്കണ്. എന്നിട്ട് കഴിഞ്ഞ ദിവസം 2 ചത്തമ്മ പറയുകയാണേ, അമ്മ ചത്ത്, ഞാൻ ചത്ത്, ആൻറ്റി ചത്തെന്ന്. ഞാൻ എന്തേടെ ഇങ്ങനെ ചോദിച്ചപ്പോഴേ കോഴികൾക്ക് പേരിട്ടേക്കുന്നത് ഞങ്ങളുടെ പേര്. അപ്പോൾ ഇനിയുള്ളത് സാമും സാൻഡ്രയും മാത്രമേ ഉള്ളൂ. ഇത് സാമാണ്, എൻ്റെ അനിയനാണ്. പിന്നെ പച്ച സാൻഡ്രയാണ്. അപ്പോൾ ഇവർ 2 പേരും ജീവനോടെ ഉള്ളൂ എന്ന്, ഞങ്ങളെല്ലാവരും ചത്തു എന്നാണ് ഇവർ പറയണത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നടക്കണത്. നിങ്ങളുടെ വീട്ടിൽ പിള്ളേർ ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ടോ? കുശുമ്പ് പിടിച്ച 2 പിള്ളേരെ, എൻ്റെ അമ്മ, ഒന്നും ഒരു രക്ഷയില്ല. അപ്പം ഈ വീഡിയോ ഇങ്ങനെ അവസാനിക്കാതെ പോയത് എങ്ങനെയാണ്? അവസാനിക്കണമല്ലോ. അപ്പോൾ അതാ ഇവർ കയ്യിൽ നിന്നൊക്കെ ഇറക്കി താഴോട്ട് വിട്ടിരിക്കുന്നു. ഇതുങ്ങളിങ്ങനെ നമ്മുടെ കാലുണ്ട്, നമ്മുടെ കാലിൻ്റെ പുറകെ എനിക്ക് പേടിയാണ്, കാലേ വന്നിങ്ങനെ കൊത്തും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുമോ നിങ്ങൾ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൊടണം കേട്ടോ. നമ്മളൊക്കെ വളർന്ന് വരുന്നവരല്ലേ, തിരിച്ച് ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. ഹാപ്പി സൺഡേ. നാളെ എല്ലാവരും അടിച്ച് പൊളിക്ക്, തകർക്ക്, വീക്കെൻഡ് സൂപ്പറാക്ക് കേട്ടോ. അപ്പോൾ ഞാൻ പോയി വരാം. വരുന്നവരെ, കാണുന്നവരെ എല്ലാവർക്കും ബൈ, സീ യു. കോഴി ഉറങ്ങുന്ന പോലെ എന്നെ ആരെങ്കിലും ഉറക്കിയിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് പോയി. സാൻഡ്ര, നീ ഉറക്കുന്ന പോലെ എന്നെ ഒന്ന് ഉറക്കോ സാൻഡ്ര, പ്ലീസ്.